ഹലോ എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെറ്റ് 2026 എക്സാംസിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ് ലെറ്റ് എക്സാം എപ്പോഴാണ് നടക്കുക, നോട്ടിഫിക്കേഷൻ എപ്പോഴും വരും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏത് സമയത്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ അത് കൂടാതെ നമ്മളൊരു കാര്യം പറയുന്നത് വെച്ചാൽ ലെറ്റിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും, അതായത് നിങ്ങളെ ലെറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ നിങ്ങളുടെ ലെറ്റ് എക്സാം കഴിഞ്ഞു, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ബിടെക് അഡ്മിഷൻ നടക്കുന്നവരുള്ള എല്ലാ പ്രോസസ്സും അപ്ഡേറ്റ്സും അലേർട്സും അറിയിക്കാൻ വേണ്ടി നമ്മളൊരു ഓൾ കേരള വാട്സപ്പ് ഗ്രൂപ്പ് ലെറ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ് 2026 കണക്ട് എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ QR കോഡ്, ജോയിനിങ്ങിന് വേണ്ടിയുള്ള QR കോഡ് ഞാൻ അതിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ അതിൽ ജോയിൻ ചെയ്യാം. എല്ലാ അപ്ഡേറ്റ്സും അതിൽ കിട്ടും. അത് മാത്രമല്ല അതിൻ്റെ ജോയിനിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ എല്ലാ അപ്ഡേറ്റ്സും, നിങ്ങളൊരു അപ്ഡേറ്റ്സും വിട്ടുപോയില്ല. എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളുണ്ടാവും, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യാനും എക്സാമിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അത് ലാറ്റർ എൻട്രി ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലെറ്റ് സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ലെറ്റ് എക്സാം 2026 ലെറ്റ് എക്സാം എപ്പോഴാണ് നടക്കുക, എക്സാംസിൻ്റെ പാറ്റേൺ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, സിലബസ് വന്നിട്ടുണ്ടോ ഇല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ് 2025 ഡേറ്റ്സുകൾ നമുക്ക് നോക്കാം. 2025 ലാറ്ററൻ്റ് ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ പറ്റും. ലെറ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 10 ഏപ്രിൽ 2025. ഏപ്രിൽ 10 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2025 കാര്യമാണ്, 26 പറയുന്നത്. അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തും 10 ഏപ്രിൽ മുതൽ 22 മെയ് വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷനിലെ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. 10 ഏപ്രിൽ മുതൽ 22 മെയ് വരെ ഏകദേശം ഒരു മാസവും ഒരു 12 ദിവസവും ഏകദേശം അത്രയും ടൈം ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്യാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ പ്രോസസ്സാണ് വരുന്നത്. എക്സാം അപ്പോൾ നിങ്ങൾ നോക്കുക, നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 10 കഴിഞ്ഞ വർഷം വന്നത്. അതിൻ്റെ എക്സാം വന്നിരിക്കുന്നത് 15 ജൂണിനാണ്. ജൂൺ 15 എക്സാം നടന്നിരിക്കുന്നത്. എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സാം 15 ജൂൺ 2025 എക്സാം നടന്നത്. വെറും 3 ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്തു. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്ന ഡേറ്റ് 18 ജൂൺ 2025 ആണ്. 3 ദിവസം കൊണ്ട് വന്നിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കുറച്ച് ദിവസം, ഏകദേശം 7 ഡേയ്സ്, ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 25 ജൂണിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. 3 ഡേയ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടായിരുന്നു. 28 ജൂണാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടെ വന്നിട്ടാണ് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാത്രം കഴിഞ്ഞില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സ്പോട്ട് അഡ്മിഷൻ കാര്യങ്ങളുണ്ടാവും. ഇതാണ് പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഏകദേശം ഇതേപോലെ തന്നെയായിരുന്നു എക്സാം നോട്ടിഫിക്കേഷൻ. ഒരു ഏപ്രിൽ മാസത്തിലെ നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് നിങ്ങളെ സെമസ്റ്റർ എക്സാം മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് കഴിയും. ആ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. ലെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ്റെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഏകദേശം ഒരു 1.5 2 months ഒക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് സമയം കിട്ടുന്നത്. നമ്മൾ ഡിപ്പെൻസ് ആണ്. 2 months ഒക്കെയാണ്. കഴിഞ്ഞ വർഷം കുറച്ച് നേരത്തെ വന്നിട്ടായിരുന്നു. അതുകൊണ്ടാണ് 2 months. അതിന് മുമ്പത്തേക്ക് ഒരു മാസമൊക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. 20 days കിട്ടിയ സമയം പോലും ഉണ്ടായിരുന്നു. അതായത് നോട്ടിഫിക്കേഷൻ 20-25 ഡേയ്സിൽ എക്സാം വന്ന സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2 months എടുത്തപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന എക്സ്പെക്ട് ചെയ്യാം. എക്സാം സാധാരണ ആസ് യൂഷ്വൽ ജൂൺ ഫസ്റ്റ് വീക്കിലായിരിക്കും സാധാരണ എക്സാം ഉണ്ടാവാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മളെ ഈ വാട്സ്ആപ്പ് കണക്ട് ലെറ്റ് 2026 വാട്സ്ആപ്പ് കണക്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ്. ഓക്കെ, ഇനി കുറേ പേർക്കുള്ള ഡൗട്ടാണ് എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, സിലബസ് കാര്യങ്ങളൊക്കെ. എക്സാം പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ആണ്. MCQ ടൈപ്പ് എക്സാം ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. MCQ ടൈപ്പ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 hours, 2 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഓരോ ക്വസ്റ്റിനും 1 മാർക്കാണ്. 1 mark ഈച്ച് ക്വസ്റ്റിൻ കാരീസ് 1 mark. നോ നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിൻസും അറ്റൻഡ് ചെയ്യാം. തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല. മാക്സിമം മാർക്ക് 120 ആണ്. മാക്സിമം സ്കോർ ചെയ്യാൻ ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ്. 120 ആണ് മാർക്ക് വരുന്നത്. അപ്പം ഇതിൽ കഴിഞ്ഞ വർഷം ഫസ്റ്റ് റാങ്കിനൊക്കെ മാർക്ക് വരുന്നത് അറൗണ്ട് 105 സംതിങ്, 105, 106 ഒക്കെയാണ് ഫസ്റ്റ് റാങ്കിന് കഴിഞ്ഞ വർഷം അതിന് മുമ്പിലും വന്നിരിക്കുന്നത്. ഒരു 85 പ്ലസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CET പോലത്തെ നമ്പർ 1 കോളേജിൽ സീറ്റ് കൺഫേം ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 85 മേലുള്ള കുട്ടികൾ 2-3 years ആയിട്ട് കൺഫേം സീറ്റ് വരുന്നത്. അപ്പോൾ ഒരു പ്രയാസമില്ലാണ്ട് 80-85 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് CET പോലത്തെ കോളേജ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഈ എക്സാം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട്
അതായത് നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാണ്ട് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രം എഴുതിയാൽ പോലും നിങ്ങൾക്ക് ഒരു 30 മാർക്സ് കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു 30 മാർക്സ്. എ ഓപ്ഷൻസ് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്ത് 120 ക്വസ്റ്റൻ എ മാത്രം മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 30 മാർക്സ് കിട്ടും, അല്ലെങ്കിൽ ബി മാത്രം മാർക്ക് ചെയ്ത് 30 മാർക്സ്. അപ്പം നെഗറ്റീവ് മാർക്ക് ഇല്ലാന്നൊരു കാര്യത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന് ഈസി ആയിട്ട് ഗവൺമെന്റ് കോളേജിൽ നമ്പർ 1 കോളേജ് CET ആണ്. പിന്നെ GC തൃശ്ശൂർ TK അങ്ങനെ കോളേജ് പോകും. ഇതൊക്കെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ല. പിന്നെ സിലബസും കൂടെ പറയാം. അപ്പം ഇതിൻ്റെ ലെറ്റിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ 1 by 1 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിലബസ് വരുന്നത് ലെറ്റിന് സിലബസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം മനസ്സിലാക്കുക. ഫസ്റ്റ് മാത്തമാറ്റിക്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, 20 മാർക്സ് ആണ്. പിന്നെ ഉള്ളത് ബാക്കിയെല്ലാം 50 മാർക്സ് ഈച്ച് ആണ്. ഇതിൽ ഇംഗ്ലീഷിന് 10 മാർക്സ് ആണ്. ഇംഗ്ലീഷ് സെക്കൻഡ് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരിക. പിന്നെ അടുത്ത പ്രയോറിറ്റി സെയിം മാർക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രയോറിറ്റി മാത്സിൻ്റെ മാർക്കാണ് നോക്കുക. അതിനുശേഷം ഇംഗ്ലീഷിൻ്റെ മാർക്കാണ് നോക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി ടോട്ടൽ മാർക്ക്, ദെൻ പ്രയോറിറ്റി മാത്സിൻ്റെ മാർക്കാണ്, ദെൻ പ്രയോറിറ്റി ഇംഗ്ലീഷിൻ്റെ മാർക്കാണ്. ഇംഗ്ലീഷ് വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ് എക്സാം വരുന്നത്. അപ്പോൾ സിലബസിന് നിങ്ങൾ നോക്കുക, മെക്കാനിക്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ 50 മാർക്സ്, ഇലക്ട്രോണിക്സ് 50 മാർക്ക്, മെക്കാനിക്കൽ 50 മാർക്ക്, സിവിൽ 50 മാർക്സ്. 50 മാർക്സ് ഈച്ചാണ്. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പ്രയാസമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യും. ഓരോ ടോപ്പിക്സിൽ എന്തൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ തന്നു എന്നുള്ളൂ. 50 മാർക്സ് ആണ് സബ്ജക്റ്റ് വരുന്നത്. ഇംഗ്ലീഷിന് 10, മാത്സിന് 20 മാർക്സ് ആണ്. ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, ഇത് എപ്പോഴാണ് അപ്ലൈ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞു ഏപ്രിൽ മന്ത് ആയിരിക്കും, ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുക നിങ്ങൾ LBS സെൻട്രൽ സൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ സൈറ്റിൽ നിങ്ങൾ നോക്കുക, അതായത് LBS സെൻട്രൽ സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. www.lbscenter.kerala.gov.in നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അത് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ SCBC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവും. SCBCയിലാണ് OBC കാര്യങ്ങളൊക്കെ വരുന്നത്. അവർക്ക് 1100, ജനറൽ കാറ്റഗറി SCBC കാറ്റഗറിക്കും 1100 ആണ് ഫീസ് വരുന്നത്. SC/ST ആണെങ്കിൽ ഫീസ് സ്ട്രക്ചർ വരുന്നത് 550 ആണ് വരുന്നത്. ഈ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് LBS സെൻറ്ററിൻ്റെ കേരള സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ബാക്കി അപ്ലിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ കഴിഞ്ഞു. പിന്നെ റിസർവേഷൻ കൂടെ പറയാം. സ്റ്റേറ്റ് മെറിറ്റ് 50% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. EWS 10%, SCBC അത് OBC വരുന്ന SCBC 30% ആണ്. SC/ST 10%, ടോട്ടൽ 100%. അതായത് 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ സ്റ്റേറ്റ് മെറിറ്റ് 50 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് പോകും. ബാക്കി 10 സീറ്റ് EWSലേക്കും 30 സീറ്റ് SCBCയിലേക്കും SC/ST 10 സീറ്റാണ് പോകുക. അതാണ് റിസർവേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിതിൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യും ഓൺലൈൻ പോർട്ടൽ. അതായത് നമ്മൾ പറഞ്ഞു LBS സെൻറ്ററിൻ്റെ സൈറ്റിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൽ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യേണ്ടി വരും. ഏത് കാര്യങ്ങളാണ് വേണ്ടത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. സ്കാൻ കോപ്പി ഓഫ് SSLC ബുക്ക്, SSLC സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻ കോപ്പി ഓഫ് SSLC ബുക്ക് പറയുന്നത്. ഈ പറയുന്ന എനി വൺ ഓഫ് ദ സർട്ടിഫിക്കറ്റ് പ്രൂവ് ദ നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി പ്രൂവ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഏതെങ്കിലും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മതി. പിന്നെ അക്കാദമി എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാനുള്ള മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് നിങ്ങളെ ഡിപ്ലോമ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ്, ഫൈനൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റോ, ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഡിപ്ലോമ മാർക്ക് ലിസ്റ്റോ അപ്ലോഡ് ചെയ്യേണ്ടത് സർട്ടിഫിക്കറ്റ്. അടുത്ത സ്കാൻ കോപ്പി ഓഫ് നോൺ ക്രീമി, നിങ്ങൾ SCBC കാറ്റഗറിയിലാണെങ്കിൽ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ദ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് അപ്ലിക്കബിൾ, അതായത് നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് ആണ്. SCBC കാറ്റഗറിയിൽ നിങ്ങൾക്ക് SCBCൻ്റെ റിസർവേഷൻ കിട്ടണമെങ്കിൽ നോൺ ക്രീമിലെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. സെൻട്രൽ എഡ്യൂക്കേഷനിലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സെപ്പറേറ്റ് തന്നെയാണ്. പിന്നെയുള്ള സ്കാൻ കോപ്പി ഓഫ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം മതി. പിന്നെ അതേപോലെ തന്നെ സ്കാൻ കോപ്പി ഓഫ് ഇന്റർകാസ്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഇന്റർകാസ്റ്റ് കാര്യങ്ങൾ, പാരൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മെഡിക്കൽ ബോർഡ് വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്കുള്ള സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യമില്ല. അത് 5 മെയിനായിട്ട് വേണ്ടത് ഞാൻ പറഞ്ഞു. ബാക്കി എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിക്കണമെന്നില്ല. പിന്നെ EWS ഉള്ളവർക്ക് EWS ഇത് കാണും. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് വേണ്ടത്. അത് 5 കാര്യങ്ങളാണ് മെയിനായിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും വരിക. ഇനിയുള്ളത് ഡോക്യുമെന്റ്സ് ഒറിജിനൽ ടു ബി പ്രൊഡ്യൂസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അത് നിങ്ങൾ BTech അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നു അറിയുന്നവർക്ക് വേണ്ടി പറയാണ്, ഡൗട്ടുള്ളവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ്, അത് നിങ്ങൾ ലെറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ്. പിന്നെ അലോട്ട്മെന്റ് മെമ്മോ, നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് മെമ്മോ വരും. പിന്നെ അതിൻ്റെ ഫീ റെസിപ്റ്റ്, നിങ്ങൾ അടച്ച ഫീസിൻ്റെ റെസിപ്റ്റ്. പിന്നെ SSLC ബുക്ക് വേണം, ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ്. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിന് മാർക്ക് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റ് ആണ്. പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരും. ഡിപ്ലോമ കഴിഞ്ഞാൽ ചില ഒറിജിനൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അല്ലാത്തവർക്ക് പ്രൊവിഷണൽ മാർക്ക് ലിസ്റ്റ്. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദ കോപ്പീസ് വിച്ച് എൻക്ലോസ് ദ പ്രിന്റ് ഔട്ട് അപ്ലിക്കേഷൻ ഫോമിൽ പറഞ്ഞ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യം ആ സർട്ടിഫിക്കറ്റും കൂടെ അതിന് എൻക്ലോസ് ചെയ്യേണ്ടി വരും. പിന്നെ TC, ട്രാൻസ്ഫർ TC വേണം, കണ്ട സർട്ടിഫിക്കറ്റ് TC ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലാസ്റ്റ് പഠിച്ച കോളേജിൽ നിന്ന് TC കണ്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ 2 കോപ്പീസ് ഓഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കാൻഡിഡേറ്റ്സ്. പിന്നെ എലിജിബിലിറ്റി ഇക്വലൻസി വേണ്ടി ചിലക്ക് കേരളത്തിന് പുറത്ത് പഠിച്ച ആൾക്കാർ, അങ്ങനെ ആൾക്കാരൊക്കെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതും കൂടെ ആവശ്യമുണ്ട്. പിന്നെ ഗവൺമെന്റ് സർവീസിൽ ഇങ്ങനെ ഡിപ്ലോമ BSc കാരും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് വരുന്നത്. എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല, അതർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർക്ക്. അപ്പം സാധാരണ ഡിപ്ലോമ സ്റ്റുഡൻസിന് ആദ്യത്തെ 7 മെയിനായിട്ട് വരിക. ഇക്വലൻസി വേണ്ടവർക്ക്, കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ്. BTech
അഡ്മിഷൻ എടുക്കാം, എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ എടുക്കാൻ പറയുന്ന സമയത്ത് വേണ്ടത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എത്ര പൈസ വേണ്ടത്, ഫീസിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എത്ര രൂപ വേണ്ടി വരും, അതൊക്കെയാണ് പറയുന്നത് ഫീസ് സ്ട്രക്ചർ. അപ്പോൾ ഫീസ് സ്ട്രക്ചർ നമുക്ക് നോക്കാൻ എത്രയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ബിടെക് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര രൂപ അടയ്ക്കണം. അതായത് ഫീ കമ്പണൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് കഴിഞ്ഞ വർഷം 2024-25 കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ അഡ്മിഷൻ ഫീസ് വരുന്നത് 240 ആണ്. അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ സമയത്താണ് അടയ്ക്കേണ്ടത്. പിന്നെ ട്യൂഷൻ ഫീസ് 3150 പെർ സെമസ്റ്റർ, ഒരു സെമസ്റ്ററിന് 3150. ഇത് ഗവൺമെന്റ് കോളേജിലാണ്, ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജ് ഫീസാണ് പെർ സെമസ്റ്റർ 3150 ബിഗിനിങ് ഓഫ് ഈച്ച് സെമസ്റ്റർ. ഇപ്പോൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലൊക്കെ ട്യൂഷൻ ഫീസ് വ്യത്യാസം ഉണ്ടാവും. ഗവൺമെന്റ് കോളേജിലെ ഫീസാണ് പറയുന്നത് 3150 പെർ സെമസ്റ്ററിന്, ഒരു സെമസ്റ്ററിന് 3150 വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് KPCR പോലത്തെ സ്കോളർഷിപ്പ് ഉള്ളവർക്ക് അടച്ച പൈസ തിരിച്ച് കിട്ടും, ഫീസ് ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ചെറിയ ഫീസ്, ഒരു സെമസ്റ്ററിന് ഒരു 6 മാസത്തേക്ക് വരുന്ന ഫീസ് 3150 മാത്രമേ ഉള്ളൂ, മനസ്സിലാക്കാം. അത് ബിഗിനിങ് ഓഫ് ഈച്ച് സെമസ്റ്റർ, ഓരോ സെമസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിലാണ് അടയ്ക്കേണ്ടത്. KPCR ഉള്ളവർക്ക് കിട്ടുന്നവർക്ക് ആ പൈസ തിരിച്ച് കിട്ടും, ഓരോ സെമസ്റ്റർ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. പിന്നെ സ്പെഷ്യൽ ഫീ ഉണ്ടാവും 2110 സ്പെഷ്യൽ ഫീ പെർ ഇയർ. അത് ബിഗിനിങ് ഓരോ സെമസ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിലാണ് അടയ്ക്കേണ്ടത് 2110. പിന്നെ യൂണിവേഴ്സിറ്റി ഫീ, അഡ്മിഷൻ ഫീ, എല്ലാം കൂടെ ടോട്ടൽ എക്സാം, സ്പോർട്സ്, അത്ലറ്റിക് ഫീ എല്ലാം കൂടെ 3200 രൂപ ഉണ്ട്. അതും അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആണ്, എപ്പോഴും അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും, അത് 1000 ആണ് കോഷൻ ഡെപ്പോസിറ്റ് വരുന്നത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓൺലി. ഇതൊന്നും എപ്പോഴും അടയ്ക്കേണ്ടല്ല, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. ഓക്കെ, പിന്നെ ഉള്ളത് മിസ്സലേനിയസ് എലമെന്റ് 25 അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓൺലി. അപ്പോൾ ടോട്ടൽ നിങ്ങൾ ബിടെക്കിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് കോളേജിലാണ് 9725 രൂപയാണ് അടയ്ക്കേണ്ടത്. അതിന്റെ റെസീപ്റ്റും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. 9725 രൂപ നിങ്ങൾ അടച്ചിട്ടില്ല, അതിന് റെസീപ്റ്റും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ റെസീപ്റ്റും കൂടെ ആവശ്യം വരും. പിന്നെ നിങ്ങൾ ഇതിൽ സെമസ്റ്റർ ഫീസ് ഒക്കെ ഓരോ സെമസ്റ്റർ അടയ്ക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു KPCR സ്കോളർഷിപ്പ് ഓൾമോസ്റ്റ് നിങ്ങളുടെ പാരൻസിന് ഇൻകം വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും KPCR സ്കോളർഷിപ്പ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ഈ ട്യൂഷൻ ഫീ വേവിയർ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഫീസ് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഗവൺമെന്റ് കോളേജ് കിട്ടാൻ മാക്സിമം ശ്രമിക്കുക. ഗവൺമെന്റ് കോളേജ് CET, തൃശ്ശൂർ GCN പ്ലേസ്മെന്റും കാര്യങ്ങളും ഒരുപാടുണ്ട്. ഓൾമോസ്റ്റ് 9+3, അതായത് 9 ഗവൺമെന്റ് കോളേജ്, 3 എയ്ഡഡ് കോളേജാണ്. ഈ പറഞ്ഞ കോളേജിൽ ഫീസ് സ്ട്രക്ചറാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചറാണ് വരുന്നത് 3150 പെർ സെമസ്റ്ററാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കോളേജിൽ കിട്ടാൻ മാക്സിമം ശ്രമിക്കുക. ഒരു പ്രയാസമില്ല, നിങ്ങൾ എല്ലാ സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമ്മളിതിൻ്റെ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്, അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 2004 മുതൽ ഇതിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അറൗണ്ട് ഇപ്പോൾ ഡിസംബർ മുതൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 6 to 7 months ആണ് ഉള്ളത്. എക്സാമിലേക്കുള്ളത് ഒരു 6 months ഒരു സമയമുള്ളൂ, 6 to 7 months. അപ്പോൾ നിങ്ങൾ ഇപ്പം പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആ സമയം, ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ കാരണം സിലബസ് അത്രയും ചെറുതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജ്, ഗവൺമെന്റ് കോളേജ് പഠിക്കണം, CET പഠിക്കണം, അല്ലെങ്കിൽ തൃശ്ശൂർ GC പഠിക്കണം, TKM പഠിക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആവരുത്. നമ്മുടെ ക്ലാസ് വരുന്നത് നൈറ്റാണ്, ഓൺലൈൻ ക്ലാസ്സിന് കാര്യം നൈറ്റാണ്. നൈറ്റ് സാറ്റർഡേ, വെനസ്ഡേ, സാറ്റർഡേ, സൺഡേ ആണ് ക്ലാസ്. നൈറ്റ് ക്ലാസ് വരുന്നത് 7 to 8:30 ആണ് ഇനീഷ്യൽ ക്ലാസ് വരിക. കുറച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ അവേഴ്സും അതേപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡേയ്സും കൂടും. ഇനീഷ്യലി അങ്ങനെയാണ് പോകുമ്പോൾ നിങ്ങളെ സെമസ്റ്റർ എക്സാം ഒരു രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫീസ് സ്ട്രക്ചർ ചോദിക്കുന്നത്, അപ്പോൾ ഫീസ് സ്ട്രക്ചർ 6500 ആണ് ലൈവ് ക്ലാസ്സിൻ്റെ ഫീസ് അപ്പ് ടു എക്സാം വരെ. പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ ഫീസ് ഉണ്ട്, 2999 നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. 2999 ഫീസ് അടച്ചാൽ മതി. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും ലൈവിൻ്റെ റെക്കോർഡിങ്സ്, മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ എക്സാം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഓഫ്ലൈൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ നമുക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പേഴ്സും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഒന്നുകൂടെ പറയാം, നമ്മൾ നിങ്ങളെ ലെറ്റിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാട്സാപ്പ് ലെറ്റ് 2026 കണക്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ QR കോഡ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഒരു അപ്ഡേറ്റ്സും നിങ്ങൾ വിട്ടുപോയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ലെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മുതൽ നിങ്ങളെ ബിടെക് അഡ്മിഷൻ എടുക്കുന്നവരെയുള്ള എല്ലാ പ്രോസസ്സും കാര്യങ്ങളും നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന അലേർട്സ് കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യും. കാര്യങ്ങൾ നമ്മൾ കുറച്ച് മെറ്റീരിയലൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എല്ലാ അലേർട്സും കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ആ ഗ്രൂപ്പ് വഴി ക്ലിയർ ചെയ്യും. അപ്പോൾ മാക്സിമം എല്ലാ സ്റ്റുഡൻസും, ഫൈനൽ ഇയർ ഡിപ്ലോമ സ്റ്റുഡൻസ് അതിൽ ജോയിൻ ചെയ്യുക. ഡിപ്ലോമ സ്റ്റുഡൻസ് മാത്രം ജോയിൻ ചെയ്താൽ മതി, എല്ലാത്തിലും ജോയിൻ ചെയ്യേണ്ട. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഓൾറെഡി നമ്മളിതിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിലും ഓൾറെഡി ഈ അപ്ഡേറ്റ്സ് വരും. നമുക്ക് ഓൾറെഡി വാട്സപ്പ് ഗ്രൂപ്പ് വേറെയുണ്ട്, ലെറ്റിൻ്റെ സെമിനാർ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൽ വരുന്ന സെയിം കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് 2 ഗ്രൂപ്പ് വേണമെന്നില്ല. ഈ വേറൊരു ഗ്രൂപ്പിൽ നമ്മളൊരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ 1 by 1 വീഡിയോസ് ആയിട്ടും നിങ്ങളെ അപ്ഡേറ്റ്സ് ആയിട്ടും നിങ്ങൾ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്